മൈ ഡിയർ ഫ്രണ്ട്സ്, ബാങ്കിങ് ടെക്സ്പോർട്ടിന്റെ ഏറ്റവും പുതിയ അപ്ഡേഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കിടിലം അപ്ഡേഷൻ ആണ്. അതായത് നമ്മളെല്ലാവരും പേഴ്സണൽ ലോണ് പല പല RBI അപ്രൂവ്ഡ് ആപ്പിൽ നിന്നും അല്ലെങ്കിൽ ബാങ്കിൽ നിന്നും എടുക്കുന്നവരാണ്. പക്ഷേ ഇപ്പോൾ പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്, പുതിയൊരു RBI അപ്രൂവ്ഡ് ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനു മുമ്പ് ഞാൻ മറ്റു കുറച്ച് കാര്യങ്ങൾ പറയാം. അപ്പൊ ഞാൻ ഇതിനു മുമ്പും കുറച്ച് വീഡിയോകൾ പറഞ്ഞിട്ടുണ്ട്. ഇനിയുള്ള വരും ദിവസങ്ങളിൽ ഒരുപാട് RBI അപ്രൂവ്ഡ് ആപ്ലിക്കേഷൻസ് വരും. ബാങ്ക് അതിന്റെ എന്താ പറയുക എലിജിബിലിറ്റി ക്രൈറ്റീരിയ, ഇപ്പോഴുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് വെച്ചാൽ 700 725 സിബിൽ സ്കോർ വേണം, സാലറി നല്ല സാലറി വേണം, ബാങ്കിങ് വേണം, പിന്നെ നെഗറ്റീവ് ഏരിയയിൽ ആയിരിക്കരുത്. അങ്ങനെ ഒരുപാട് സ്ട്രിക്റ്റ് എലിജിബിലിറ്റി ക്രൈറ്റീരിയസ് ആണ് ഉള്ളത്. പക്ഷെ ഇപ്പോൾ അത് കുറച്ച് അയവ് വരുത്തിയിട്ടുണ്ട്. കാരണം നമ്മുടെ കോവിഡിന് ശേഷം മിക്ക ആൾക്കാരുടെയും സിബിൽ സ്കോർ താഴേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ബാങ്കിന്റെ ആ ഒരു ബിസിനസ് തന്നെ ഇപ്പോൾ എല്ലാ ബാങ്കിലും ഡൗൺ ആണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ബാങ്കുകൾ കുറച്ച് അയവുകളൊക്കെ തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ളൊരു RBI അപ്രൂവ്ഡ് ആപ്ലിക്കേഷനെ കുറിച്ചാണ് ഇവിടെ നമ്മൾ പ്രതിപാദിക്കുന്നത്. അപ്പൊ പല ആൾക്കാരും നമ്മളോട് വാട്സപ്പിൽ ചോദിച്ചിട്ടുണ്ട്, എന്റെ സ്കോർ, എനിക്ക് സാലറി 60,000 30,000 40,000 ഒക്കെ ഉണ്ട്, സിബിൽ സ്കോർ 500 ഉള്ളൂ, ഏതെങ്കിലും ലോൺ കിട്ടുന്ന ഓപ്ഷൻസ് ഉണ്ടോ എന്ന് പറഞ്ഞ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്കാണ് ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ ആപ്ലിക്കേഷന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ അതിന്റെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവർ പറയുന്നത് ഇങ്ങനെയാണ്. 22 വയസ്സ് മുതൽ 60 വയസ്സ് വരെ പ്രായമുള്ളവർക്കാണ്, ഇതിനിടയിൽ പ്രായമുള്ളവർക്കാണ് ഇവർ ലോൺ കൊടുക്കുന്നത്. ക്രെഡിറ്റ് സ്കോർ വെറും 500 സ്കോർ മതി. അത് ഞാനും ചെയ്ത് നോക്കിയതാണ്. 500+ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോൺ കിട്ടുന്നതാണ്. പിന്നെ സിറ്റിസൺഷിപ്പ് അത് നോർമലി ഇന്ത്യൻ ആയിരിക്കണം, അത് നമുക്കറിയാവുന്ന കാര്യമാണ്. പിന്നെ ഒരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ ഇത് സാലറി ഉള്ളവർക്ക് വേണ്ടി മാത്രമാണ് അവർ പറയുന്നത്. സാലറി ഇല്ലാത്തവർക്ക് നിങ്ങൾ ചെയ്തു നോക്കാം. കാരണം നമ്മൾ 2-3 പേര് സാലറി ഇല്ലാത്തവർ ചെയ്ത് നോക്കിയ സമയത്ത് കിട്ടിയിരുന്നു. അത് വലിയ എമൗണ്ട് അല്ല, 5,000 3,000 കിട്ടിയിരുന്നു, അധികം പലിശയുമില്ല. അവർ പറയുന്ന സാലറി 30,000 രൂപയാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഓപ്ഷനാണ്. കാരണം 30,000 രൂപ സാലറി ഉണ്ടെങ്കിൽ 500 സിബിൽ സ്കോറിൽ നിങ്ങൾക്ക് ലോൺ കിട്ടുന്നതാണ്. ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിന്റെ ലോൺ ആപ്പിന്റെ പേര് B4 സാലറി എന്നാണ്. പിന്നെ ഇവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അധികം ലോങ് ടൈം വെയിറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല, ഹിഡൻ ചാർജസ് ഒന്നുമില്ല. 100% അവരുടെ പ്രോസസ്സ് ട്രാൻസ്പെറന്റ് ആണ്. കൊലാട്രൽ ഫ്രീയോ അല്ലെങ്കിൽ സെക്യൂരിറ്റിയോ ഒന്നും തന്നെ നിങ്ങൾക്ക് വേണ്ട. മിനിമൽ സാധാരണ ഉള്ള ഡോക്യുമെന്റേഷൻ ആണ്. ആധാർ കാർഡും പാൻ കാർഡും. സാലറി ഇല്ലാത്തവർ ആധാർ കാർഡും പാൻ കാർഡും മറ്റു ഡീറ്റെയിൽസും കൊടുത്തു നോക്കുക. പിന്നെ സാലറി എന്ന് പറയുമ്പോൾ അവിടെ സാലറി നിങ്ങൾ സാലറിയുടെ തന്നെ കൊടുക്കണം 30,000 രൂപ. സാലറി വരുന്നത് ഓൺലൈൻ എന്ന് തന്നെ കൊടുക്കുക, ചെക്കോ ക്യാഷോ ഒന്നും കൊടുക്കരുത്. പിന്നെ സാലറി ഉള്ള ആൾക്കാർ 30,000 കൊടുത്തിട്ട് നോർമലി നമ്മൾ സാലറി സ്ലിപ്പോ കാര്യങ്ങളോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള എമൗണ്ട് 1 2 3 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. വളരെ സിമ്പിൾ ആണ്. മറ്റു ബാങ്കുകളിൽ പോകുന്ന പോലെ ക്യൂവോ കാര്യങ്ങളോ അധികം ഓവർ വെയിറ്റിങ്ങോ ഒന്നും തന്നെ ഇല്ല. പിന്നെ അതിൻ്റെ ഒരു പ്രത്യേകത, ഫോഴ്സ് ക്ലോസ് ചാർജസ് ഇല്ല. നമ്മൾക്ക് ഒരു പൈസ ഒരുമിച്ച് കിട്ടി അങ്ങനെ അടയ്ക്കുന്ന സമയത്ത് ഇവർ ഫോഴ്സ് ക്ലോസ് ചാർജസോ മറ്റു ബാങ്കുകൾ ചാർജ് ചെയ്യുന്ന പോലെ ഫോഴ്സ് ക്ലോസ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവർ പ്രധാനമായിട്ടും പറയുന്നത് സാലറി ഉള്ള എംപ്ലോയിക്ക് 30,000 രൂപ സാലറി ഉണ്ടെങ്കിൽ വെറും 500 സിബിൽ സ്കോറിൽ അവർ ലോൺ തരും എന്നാണ് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ ചെയ്തു നോക്കുക. സാലറി ഇല്ലാത്ത നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനും ലോൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം, നിങ്ങൾ എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ വേറൊരു കാര്യം, നമുക്ക് പിന്നെ ബിസിനസ് ലോൺ എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുന്നത്, നമ്മുടെ Paytm വഴി നിങ്ങൾക്ക് ബിസിനസ് ലോൺ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അത് ആർക്കും Paytmന്റെ സ്കാനർ വെച്ച് ക്യാഷ് മേടിക്കുന്ന, അതായത് ഇപ്പം സ്ട്രീറ്റ് വെൻഡേഴ്സ് ആയിക്കോട്ടെ, വലിയ ഹോട്ടൽസ് ആയിക്കോട്ടെ, എന്ത് ബിസിനസ് സ്ഥാപനങ്ങളും, ഇപ്പോൾ ചെറിയ ചെറിയ പച്ചക്കറി കടയുണ്ടല്ലോ നമ്മളെ ഈ സ്ട്രീറ്റിൽ കാണുന്ന, അവർക്കും അതുപോലെ തന്നെ മത്സ്യ കച്ചവടങ്ങൾ, ആർക്ക് വേണമെങ്കിലും ലോൺ കിട്ടും, ബിസിനസ് ലോൺ കിട്ടും. Paytmന്റെ സ്കാനർ അല്ലെങ്കിൽ Paytm ബിസിനസ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അവർ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് വിളിച്ച് ലോൺ തരും. അപ്പോൾ Paytmൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ Paytmന്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുത്തിരിക്കാം, അതുവഴി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പൊ ഇതുവരെയ്ക്കും ആരെങ്കിലും ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ Paytm യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ഉടൻ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അധികം ഡോക്യുമെന്റേഷനോ വലിയ ബുദ്ധിമുട്ടോ ഒന്നും ഇല്ലാതെ അവർ ലോൺ തരുന്നതാണ്. അത് സിമ്പിൾ ആയിട്ടുള്ള തെരുവ് കച്ചവടക്കാർ മുതൽ ഉയർന്ന ഹോട്ടൽസോ അല്ലെങ്കിൽ ബിസിനസ് ഷോപ്പ് നടത്തുന്നവർ, ഓഫീസ് നടത്തുന്നവർ, എല്ലാവർക്കും കിട്ടുന്ന ഓപ്ഷനാണ്. വളരെ ഈസി ആയിട്ട് തന്നെയാണ് കിട്ടുന്നത്. അപ്പൊ ഇത് സൂചിപ്പിക്കും, കാരണം നമ്മൾ ബിസിനസ് ലോണിൽ ചെല്ലുന്ന സമയത്ത് അവർ ഒരുപാട് ഡോക്യുമെന്റേഷൻ, ITR, GST, പിന്നെ ബിസിനസ് വിൻറ്റേജ് 2 വർഷം വേണമെന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെയൊന്നും ഇല്ലാതെ വളരെ ലളിതമായിട്ട് Paytm നിങ്ങൾക്ക് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ലോൺ തരുന്നതാണ്. അപ്പൊ ആദ്യം പറഞ്ഞു പോയ കാര്യം നിങ്ങൾ മറക്കണ്ട. നിങ്ങൾക്ക് 30,000 സാലറിയും വെറും 500 രൂപ സിബിൽ സ്കോറും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണൽ ലോൺ ലഭിക്കുന്നതാണ്. അത് 5 ലക്ഷം രൂപ വരെ ലഭിക്കും. പിന്നെ സാലറി ഇല്ലാത്തവർക്കും ചെയ്ത് നോക്കാം. സാലറി ഇല്ലാത്തവർ ചെയ്ത് നോക്കുന്ന സമയത്ത്
അവരുടെ ആ ഒരു ഫില്ല് ചെയ്യുന്ന ഭാഗങ്ങളിൽ സാലറിയുടെ തന്നെ കൊടുക്കുക, ക്യാഷ് വരുന്ന ഓൺലൈൻ എന്ന് തന്നെ കൊടുക്കുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചു ചോദിക്കുക. ആ രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.